നമസ്കാരം. സർവീസിലിരുന്നുകൊണ്ട് ചെറ്റത്തരം കാണിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ കണ്ടോളൂ. കണ്ണൂർ ജില്ലയിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, ചെറക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു സ്ഥലപ്പേരുണ്ട്. അവിടെ ഗേറ്റ് കീപ്പർ മദ്യപിച്ച് ഉറങ്ങിയത്രേ. എന്തായാലും ആ വഴിക്ക് വന്ന ഒരു ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ്, അതായത് ട്രെയിൻ ഡ്രൈവറെ, അദ്ദേഹം ദൂരെ നിന്ന് തന്നെ റോഡ് പാസ് ചെയ്ത് വാഹനങ്ങൾ കയറി പോകുന്നത് അദ്ദേഹം ദൂരെ നിന്ന് കണ്ടു. അദ്ദേഹം അവിടെ നിന്ന് തന്നെ സ്ലോ ചെയ്ത് വണ്ടി സ്ലോ ആക്കി വണ്ടി നമ്മുടെ ഗേറ്റിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കൊണ്ട് നിർത്തി. എന്നിട്ട് അദ്ദേഹം വണ്ടികൾ കടന്നു പോകാൻ ആജ്ഞാപിച്ച് വണ്ടി പോകുന്നുണ്ട്. പിന്നെ തുടർന്ന് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലുകൊണ്ടാണ് വണ്ടി തടുത്തിട്ട്, രണ്ട് സൈഡിലും വണ്ടി തടുത്തിട്ട് മറ്റുള്ള വണ്ടി അവിടെ തടുത്ത് നിർത്തിയതിന് ശേഷമാണ് ഈ ട്രെയിൻ അവിടുന്ന് വണ്ടി പോയത്. മനസ്സിലായില്ല? ഈ ട്രെയിൻ കടത്തി വിട്ടത് നാട്ടുകാരുടെ ഇടപെടലും ആ ട്രെയിൻ ഡ്രൈവറുടെ സംയോജിതമായ ആ ബ്രേക്ക് ചെയ്യലും കൂടിയാണ്. അദ്ദേഹം ഒരുപാട് ദൂരെ നിന്ന് തന്നെ ഈ വണ്ടി പാസ് ചെയ്ത് പോണ കണ്ടു. വളരെ നല്ല കാര്യം. ഈ ഗേറ്റ് കീപ്പറെയൊക്കെ എന്തിനാണ് രാത്രി നിർത്തിക്കുന്നത്? മദ്യപിച്ചിരുന്നിട്ട് ഉറങ്ങാനോ? എന്ത് കാര്യത്തിനാണ് റെയിൽവേ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ? ഈ നാരികൾക്കൊന്നും കറക്റ്റായിട്ട് സാലറി കൊടുക്കരുത്, ശമ്പളം കൊടുക്കരുത്. ഇവനെയൊക്കെ ജോലി തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടിയത്. എന്തായാലും അവൻ്റെ ജോലി അപ്പം തന്നെ തട്ടിയെന്ന് തോന്നും. അവനെ മാറ്റിയിട്ട് വേറൊരു ഗേറ്റ് കീപ്പർ അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ പോക്കൃത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് കാണാം. ലോക്കോ പൈലറ്റ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഈ വണ്ടിയുടെ, അതായത് മംഗളൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോരുന്ന ട്രെയിനാണ് ഈ സമയത്ത് കടന്നു പോകേണ്ടിയിരുന്നത്. അതിന്റെ ലോക്കോ പൈലറ്റാണ് ഈ വാഹനങ്ങൾ പാലം ക്രോസ് ചെയ്തു പോകുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുകയും തുടർന്ന് അപകടം ഒഴിവാക്കുകയും ചെയ്തത്. ഇതിനിടയിൽ നാട്ടുകാർ ചേർന്നുകൊണ്ടാണ് ഇരുവശങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു വെക്കുകയും ഈ ട്രെയിൻ കടന്നു പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംഭവം സംബന്ധിച്ചിപ്പോൾ RPF കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഗേറ്റ് കീപ്പറെ, ആ സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗേറ്റ് കീപ്പറെ മാറ്റിയിട്ട് പുതിയൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ഗുരുതരമായ ഒരു അലംഭാവമാണ് ആ ഗേറ്റ് കീപ്പറുടെ ഭാഗത്തുണ്ടായത്. കണ്ടില്ല? ഇത് ആ മീഡിയ വാണിയിൽ നിന്ന് കിട്ടിയൊരു ഭാഗമാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചത്. ഇങ്ങനെയുള്ള ഈ ഗേറ്റ് കീപ്പർമാരല്ല, ചില ബസ്സിലെ ഡ്രൈവർമാരായാലും പിന്നെ അതുപോലെ മറ്റുള്ള ഡിപ്പോയിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലെ ചില ജോലിക്കാരായാലും ഇവരൊക്കെ മദ്യപിച്ചിട്ട് ജോലിക്ക് വരുന്നതുണ്ട്. ഞാൻ ഈ കോട്ടയത്ത് ഒരു ബാറിൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ രാവിലെ നല്ല ഉദ്യോഗസ്ഥരൊക്കെ വരും. രാവിലെ അവർ മദ്യപിച്ചിട്ടാണ് പോകുന്നത്, ജോലിക്ക് പോകുന്നത്. അത് ഡോക്ടർമാരായാലും അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനത്തിലുള്ളവരായാലും. എന്തിനാണ് ഇങ്ങനെ ഈ സർവീസ് ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്? ഇങ്ങനെയാണ് ജനങ്ങളെ നന്നാക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഗവൺമെൻറ് സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ആരായാലും ഈ ട്രെയിനിൻ്റെ ഡ്രൈവറുടെ ആ ലോക്കോ പൈലറ്റിൻ്റെ കറക്റ്റായ ഇടപെടൽ കൊണ്ട് മാത്രം അവിടെ ആ അപകടം ഒഴിവായി. അതല്ലെങ്കിൽ എത്ര ജീവൻ പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം ഇതുപോലുള്ള ഈ ഈ ഗേറ്റ് കീപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പണികളൊക്കെ ഇനിയും കിട്ടും. റെയിൽവേക്ക് വളരെ നഷ്ടം തന്നെ കേട്ടോ. അവനിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെയും ജോലി കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറൊരു ഗേറ്റ് ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഗേറ്റ് കീപ്പർ തസ്തികയിൽ എവിടെയെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഗേറ്റ് അടയ്ക്കാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വരും. കാരണം ഈ കുടിക്കുന്നവൻ കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവന് ജോലിയല്ല വിഷയം, അവന് കുടിക്കണം. കാരണം 2 വൈകുന്നേരത്ത് ഇട്ട് കഴിഞ്ഞാൽ അവന് നേരെ നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ കൈയും കാലമൊക്കെ വിറയ്ക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. ഈ മദ്യത്തിന് ഈ അടിമയായി പോയ ആളുകളൊക്കെ. മനസ്സിലായത്? നിങ്ങളത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 കുടിച്ചാലേ അവർക്ക് നിൽക്കുകയുള്ളൂ. കൈയും കാലമൊക്കെ ഒന്ന് ലെവലായി നേരെ നിൽക്കത്തുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ഇവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പുതിയൊരു ഗേറ്റ് കീപ്പർ അവിടെ നിയമിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഇത് എല്ലാവരും ഒന്ന് എത്തിക്കണമെന്ന് എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് മീഡിയ വണിയിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസാണ്. മനസ്സിലായില്ല? അപ്പോൾ അത് രാവിലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി, എന്നാൽ ബൈ, ഗുഡ് ബൈ. ഓക്കെ, വീണ്ടും നല്ലൊരു പുതിയ വാർത്താവിശേഷമായിട്ട് കാണാം. ഓക്കെ.